സ്റ്റാർട്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് Q&A. അതായത് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന കുറെ ചോദ്യങ്ങളും പേഴ്സണലായിട്ട് എനിക്ക് വന്നതും കുഞ്ഞാണയ്ക്ക് വന്നതുമായ ചോദ്യങ്ങളും പിന്നെ കമന്റില് പലരും കണ്ടിന്യൂസ് ആയിട്ട് കമന്റുകളിൽ പല വീഡിയോയിലായിട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് മഞ്ഞ പേനയിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോ ചോദിക്കാൻ പോകുന്നത്. ക്യാമറയുടെ പിന്നിൽ കണ്ണാപ്പി ഉണ്ട്. ഇതെന്തിങ്ങനെ ഇരിക്കുന്നേ? ഞാൻ എന്തിനും ചോദിക്കാം, നിങ്ങള് എടുത്തോ. നിന്റെ കാണുന്ന എനിക്ക് വിഷമോ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളോ. IUI ആദ്യത്തെ ചോദ്യമാണ്. ഇല്ല ഷോർട്ട് ഫോം എഴുതിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ അതായത് പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കെയർ കൊടുക്കുന്നുണ്ടോ, അത് പെയിൻഫുൾ ആണോ, അതിന്റെ റിസൾട്ട് നമുക്ക് എത്ര ശതമാനം വിശ്വസിക്കാം, പിന്നെ IUIയും IVFും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് പല കമന്റുകളിൽ കണ്ട കാര്യങ്ങൾ ചേർത്തൊരൊറ്റ ചോദ്യം ആക്കിയതാണ്. ഇതിൽ പറയാനുണ്ടോ? IUI എന്ന് പറയുന്നത് പെയിൻഫുൾ അല്ല, നമുക്ക് വേദനിക്കത്തില്ല. പിന്നെ അതായത് നമ്മളെ ആ ഒരു ഓവുലേഷൻ സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഇഞ്ചക്ഷൻ ആണോ ഒരാൾക്ക് വേണ്ടി വരുന്നത് അത്രയും ഇഞ്ചക്ഷന്റെ വേദന അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഇട്ടായിരിക്കും ഇഞ്ചക്ഷൻ കിട്ടാൻ പോകുന്നത്, കൈക്കിട്ടല്ല. എനിക്ക് 6 ഇഞ്ചക്ഷൻ ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടും ഓവൻ റപ്ചർ ആവാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ ചേർത്ത് 7 ഇഞ്ചക്ഷൻ അല്ലേ, അതോ 8 ആയിരുന്നു? എണ്ണത്തിലൊരു വ്യത്യാസമുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല, കുറെ കുത്തുകൊണ്ടല്ലേ. അപ്പം എത്ര ഇഞ്ചക്ഷൻ ആണോ നമ്മൾ എടുക്കുന്നത്, ഇഞ്ചക്ഷന്റെ വേദന നമുക്കുണ്ടാവും. പിന്നെ IUI ചെയ്യുന്നതിന് വേദനയില്ല. കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പരമാവധി യാത്രകൾ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ തീരെ അങ്ങ് ബെഡ് റെസ്റ്റ് ആയി പോകരുതെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലൊക്കെ ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് തെന്നി വീഴാത്ത പോലെ തന്നെ നടക്കും, വരും. ഭാരിച്ച പണികളൊന്നും എടുക്കാറില്ല, വെയിറ്റ് എടുക്കാറില്ല. പ്രധാനമായിട്ട് യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ ഈ IUIയും IVFും വെച്ച് നോക്കുമ്പോൾ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതൽ IVF ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IUIയില് നമ്മുടെ പാർട്ട്ണറിന്റെ ബീജം അല്ലെങ്കിൽ സെമൻ ഡയറക്റ്റ് ആയിട്ടൊരു സിറിഞ്ചും കത്തീറ്ററും ഉപയോഗിച്ചിട്ട് ഫീമെയിൽ പാർട്ട്ണറിന്റെ യൂട്രസിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പെയിൻഫുൾ അല്ല. പിന്നെ IVF എന്ന് പറയുമ്പോൾ അണ്ടവും ബീജവും പുറത്തെടുത്ത് ഒരു ലബോറട്ടറി കണ്ടീഷനിൽ അതിനെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ആ സ്റ്റേജില് അതിനെ ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലപ്പോൾ സാധ്യത കൂടുതലാണ്. മറ്റേതിന് IUIയെക്കാട്ടി ചാൻസസ് എക്സ്പെൻസും കൂടുതൽ IVF ആണ്. അപ്പൊ IVF ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കൂടുതൽ IVF ഒക്കെ ചെയ്യുന്ന കൂട്ടത്തില് മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാല് കുട്ടികളുടെ എണ്ണം തീരുമാനിക്കാൻ പറ്റും. എത്ര അണ്ടമാണോ എത്ര ബീജം എങ്ങനെ എന്നുള്ള വെച്ചാൽ നമുക്ക് എണ്ണം കുട്ടികൾ കൂടുതൽ 2, 3 ഒക്കെ ആയിരിക്കും IVFല് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. IUIയിൽ അങ്ങനെയുള്ള ചാൻസുകളൊക്കെ കുറവാണ്, ഇല്ലെന്നല്ല ചാൻസ് കുറവാണ്. അപ്പൊ IUI നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല, IVFിലേക്ക് നമ്മൾ മാറാനൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇപ്പൊ ആസ്റ്റർ പോലെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റ് EMI ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തവണകളായിട്ടൊക്കെ അടച്ചെടുക്കാമെന്നും പറഞ്ഞ് അവിടെ ഒട്ടിച്ചിട്ട് ഒരു പോസ്റ്ററൊക്കെ വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ IVF നോക്കും. IUIയും IVFും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അഡോപ്ഷനെ പറ്റി ചിന്തിക്കും. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഇത് പറ്റിയാലും നമ്മൾ ഒരു അഡോപ്ഷനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നമ്മൾക്ക് സ്വന്തം കുഞ്ഞായാലും നമ്മളൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനുള്ള പെട്ടെന്നില്ല, ആ കുട്ടീനെ വളർത്താനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒത്തുവരുമ്പോൾ മാത്രമേ. അതെ, സാഹചര്യം ഒത്തുവരുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ വീടിൻ്റെ ഒരു കാര്യം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീട് കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. അതെ. രണ്ടാമത്തെ ചോദ്യം, വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണോ? മൊബൈൽ ഫോണാണ്.
S23 Ultra. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഈ ഫോണിൽ നിന്നാണ്. പരമാവധി ഈ ഫോണിന്റെ ഉപയോഗം ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ അതിന്റെ കുടലുമാല വരെ പുറത്തെടുക്കുന്ന പോലെ അതിനെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പണിയെടുത്ത ഒരു ഫോണാണ് കേട്ടോ. പക്ഷെ കംപ്ലൈൻസ് ഒന്നുമില്ല. അതെ, കംപ്ലൈൻസ് ഒന്നുമില്ല. നമ്മളിതിനെ പരസ്യമായിട്ട് കരുതണ്ട, നല്ല ഫോണാണ്. പുതിയതായിട്ടൊരു എന്താ പറയുക ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ 24 നിങ്ങൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് എടുക്കണമെന്നില്ല, 23 ആയാലും മതി. അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം 3 വർഷത്തോളം മേളിലായി. ഇന്നേ വരെ ഫോണിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന് ഡിസ്പ്ലേ പോയിട്ടുണ്ട്, അതല്ലാതെ വന്നിട്ടില്ല. പിന്നെ ബാറ്ററി ആണേലും അടിപൊളിയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ക്യാമറ ആണേലും ഒരു ക്ലാരിറ്റി കുറവോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല മഴയാട്ടോ. അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു ഫോണുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ ഫോണിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യില്ല. അപ്ഡേറ്റ് ചെയ്യാൻ അവർ എഴുതി കാണിച്ചാൽ അതിലൊന്ന് കുത്താനുള്ള ഒരു മടി കാരണം ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് പുതിയതായിട്ട് ബ്ലോഗൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഈ ഫോണൊന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞേ ഉള്ളൂ. മറ്റു നല്ല ഫോണുകളുണ്ട് കേട്ടോ, എല്ലാം നല്ല. അടുത്ത കണ്ണൂർ അമ്മുവിന്റെ ഭർത്താവിനെ എന്താ കാണിക്കാത്തത്? കണ്ണൂർ അമ്മുവിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ, ഒന്ന് മൂപ്പര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും കർണാടകയോരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പുള്ളി കൂടുതൽ ഓട്ടത്തില്ല. പകലാണെങ്കിൽ തന്നെ പുള്ളി ഓഫീസും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. രാത്രി വരുന്ന ലേറ്റാണ്. രാവിലെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ പുള്ളി ഓഫീസിൽ പോകും. ഒന്നത്. പിന്നെ പുള്ളിക്ക് വീഡിയോയിൽ അങ്ങനെ മുഖം കാണിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുള്ളിക്ക് താല്പര്യമില്ല. നേരത്തെയൊക്കെയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാരണം ഒന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതുപോലെ ഒരു ചാനലിൽ മുഖം ഒന്ന് ഒരു ഇതാകണ്ട എന്നുള്ളതായി, ബിസിനസ്സിനെ ബാധിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് മൂപ്പരങ്ങനെ വീഡിയോന് മുമ്പിൽ വരുന്നില്ല. അഥവാ വന്നാലും പറയും ദീപ്തി എന്നെ ഒഴിവാക്കിയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മൂപ്പരെ കാണിക്കാത്തത്. അല്ലാതെ കാണിക്കുന്നതിൽ നമുക്ക് മറ്റു വിരോധങ്ങളൊന്നും ഇല്ല. അടുത്തത്, ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നീ പറഞ്ഞു. നിന്റെ നഷ്ടം എന്താ? അങ്ങനെ ഇപ്പൊ ചോദിച്ച നഷ്ടം എന്ന് പറയാനിപ്പോ ഒന്നുമില്ല. അതിപ്പോ നമ്മള് എന്താ പറയാ, ഒന്ന് നഷ്ടപ്പെട്ട അങ്ങനെ ഒന്നും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് വലിയ വലിയ നഷ്ടങ്ങളും ഇല്ല. പിന്നെ ഇപ്പൊ നഷ്ടം എന്ന് പറയാൻ എന്താ പറയുക, ഒരു ലൈഫിൽ സങ്കടമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അവരെ ഒരുപാട് അവർ എനിക്ക് ഫ്രണ്ട്സിന് ഒരുപാട് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതിലെൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ തലയ്ക്ക് ചെറിയ ക്ഷതയേൽക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതിനുശേഷം ആളുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വന്നു. അപ്പം നമുക്ക് എന്താ പറയുക, പഴയൊരു നമുക്ക് ഓർമ്മയുണ്ട് പഴയ അവൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഞങ്ങൾ കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം. നമുക്ക് ആ സ്നേഹം അവനോടുണ്ട്. പക്ഷെ അവന് ഞങ്ങളെ എത്ര ഓർമ്മയോ അല്ലെങ്കിൽ പഴയൊരു ബന്ധം ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവൻ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിലൊരു അകലം വന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കറിയാം അവൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഒരു ബോധം ഞങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവനത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു അകലമുണ്ട്. അങ്ങനെ മിണ്ടൽ പറയൽ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കാണൽ കൂടിക്കാഴ്ചകളൊക്കെ വളരെ കുറവാണ്. കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെല്ലാം വളരെ കുറവാണ്. കാരണം ഷെയർ ചെയ്താലും അവനത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീലിങ്സിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു എന്നല്ല, ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരൻ, ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ അതിൽ നിന്നെല്ലാം ഒരു ആക്സിഡൻറ്റ് വന്നു മാറിപ്പോയതിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. അതിനെ തിരിച്ച് പഴയ ലൈഫിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ്. കുറേ എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പഴയ അവൻ ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. അന്നെങ്കിലും അത് തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ആ ഒരു സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാണ്ട് മറ്റ് നഷ്ടങ്ങളൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ എടുക്കുന്നില്ല. കാരണം ഞാൻ നഷ്ടപ്പെട്ടതിലും അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായെന്ന് ഞാൻ ചിന്തിക്കുന്നതിനും വളരെയധികം വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ ഭയങ്കര സന്തോഷവാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്കോ? എനിക്ക് ഒരേ ഒരു നഷ്ടമേ ഉള്ളൂ. എനിക്ക് എപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഒരൊറ്റ നഷ്ടമേ ഉള്ളൂ. അത് ഏകദേശം എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം. എൻ്റെ സ്വന്തം പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടുവാവ, അവൻ എനിക്ക് എന്നും നഷ്ടം തന്നെയാണ്.
ഞാൻ മിക്കപ്പോഴും കുഞ്ഞാവേൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു കുട്ടി ഉണ്ടായ കുട്ടുവാവെന്ന് തന്നെ വിളിക്കണമെന്ന്. കാരണം എനിക്കവൻ എൻ്റെ കുഞ്ഞു തന്നെയായിരുന്നു കുട്ടുവാവ. അവനെ രക്ഷിക്കാൻ പോയതാണ് കല്ലു. പിന്നെ കല്ലു അച്ചാച്ചിയായിട്ടായിരുന്നു കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കുട്ടുവാവേനെ ഞാൻ ജീവിതത്തിൽ ഞാൻ മറക്കത്തുമില്ല. എനിക്ക് അവനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അവനെ ഓർത്താൽ എനിക്ക് അപ്പം എൻ്റെ കണ്ണ് നിറയും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോഴൊക്കെ ഞാൻ വെറുതെ ഇത് കരയുന്നത് കാരണം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാലും എൻ്റെ മനസ്സിൽ ഇവനാണ്. കാരണം ഇത്ര പെട്ടെന്ന് എന്നെ ഇട്ടേച്ച് പോകുന്നു ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല. അങ്ങനെ പോകേണ്ടവനുമല്ല. അവനെ അടക്കിയ സ്ഥലത്ത് ഞാൻ പോകില്ല. ആ ഏരിയയിലോട്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എപ്പോഴും മനസ്സിൽ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ അവനെ പോലെ ഉള്ളതിനെ കാണുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവനോളം ഒരു നഷ്ടം എൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് നന്ദിയും സ്നേഹവുമായിരുന്നു അവൻ എന്നോടുള്ളത്. അവൻ കഴിഞ്ഞ എന്നെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇവിടെയുള്ള പട്ടികളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ജാനുവ. മനുഷ്യന്മാർ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എന്നെ എൻ്റെ കുട്ടുവാവ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ജാക്കിമോൻ എൻ്റെ കുട്ടുവാവ. അങ്ങനെ അടുത്തത് കുഞ്ഞാവ വന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടായ മാറ്റം. കണ്ണാതാരാ പറയണ്ടേ? അച്ചാച്ചി സുലോമൻ പറയേണ്ട ചോദ്യം അത് അച്ചാച്ചി സുലോമൻ പറയണ്ട. കുഞ്ഞാവ വന്നതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ കണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാല് എല്ലാവരും റിയലായി. പലയിടത്തും പിന്നെ ഇപ്പൊ എന്താ പറയുന്നത്, പല തെറ്റായ തീരുമാനങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ ആരെയും പേടിച്ച് ജീവിക്കേണ്ടി വരുന്നില്ല. എപ്പോഴും ചിരിക്കാം. ഒരൊച്ച ഉണ്ടാക്കുന്നതിന് ആരും വഴക്ക് പറയത്തില്ല. ഏത് ഭക്ഷണം ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് ഇനിയിപ്പം അതുപോരാ ഇതുപോരാ ഇങ്ങനെയുള്ള കുറ്റങ്ങളോ കുറവുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കുഞ്ഞാവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ആണ്. കുഞ്ഞാവ എന്നൊരു വ്യക്തി മറ്റേ ഇങ്ങനെ കാറ്റ് വന്ന പോലെ വന്ന് കാറ്റ് അങ്ങനെ അതെ, പലപ്പോഴും ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്നേ നമുക്ക് മനസ്സിലാവില്ല. ഓരോ ഒച്ചപ്പാടില്ല, ഒരു വഴക്കില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി ഇവിടെ ആരും കാണാൻ സാധ്യത കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് പിണക്കമാണെന്ന് അവന് മനസ്സിലാവത്ത പോലും ഇല്ല. അതാണ് അതിലുള്ള കാര്യം. അച്ചാച്ചി, അമ്മ, അണ്ണാണി, പ്രത്യേകിച്ച് അണ്ണാണി എനിക്ക് തോന്നുന്നു ഈ ഒരു കല്യാണത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരിക്കുന്നത് അണ്ണാണിയായിരിക്കും. അണ്ണാണിക്ക് അത്ര എടാപോടാ ബന്ധമാണ്. അത് ഭയങ്കര ഹാപ്പി അവിടെ എല്ലാവരും അതെ. പിന്നെ പ്രശ്നം കുറച്ചുള്ളത് കിടൂനൊഴികെ ബാക്കി എല്ലാവർക്കും കുഞ്ഞാവ 100% ഹാപ്പിനെസ് ആണ്. കിടുവിനെ ഒരാളെങ്കിലും വരട്ടണം. ഇന്ന് കണ്ണാപ്പി ഒന്ന് വരട്ടി, അതിന് മോന്നെ നിർമ്മിച്ചോണ്ടിരിക്കുവായിരുന്നു. മുഖമൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. അവനെ ഇടയ്ക്ക് വരട്ടിയില്ലല്ലേ, ഇവനെ പൊക്കത്ത് കയറിയിട്ട് ചാടുക. അപ്പോൾ കുഞ്ഞാവ് വന്നുകൊണ്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരുന്നില്ല. ഞങ്ങൾക്ക് റിയലായിട്ട് എന്നാ മതി. പിന്നെ കാട്ടിൽ പോകാത്തതിന്റെ കാര്യം, ഞാൻ സാധനങ്ങളുമായി നേരത്തെ പൊക്കോണ്ടിരുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചും കൂട്ടുകാരുമായിട്ടും കണ്ണൂരമ്മുമായിട്ടും മലപ്പുറം അമ്മുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ പൊക്കോണ്ടിരുന്നതാണ്. അച്ചാച്ചിയായിട്ടും ഒക്കെ ഇങ്ങനെ പൊയ്ക്ക് സാധനം കൊടുത്തുകൊണ്ടിരുന്നു. പുതിയതായിട്ട് വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു പോക്സോ കേസിന്റെ കാരണത്താലാണ് നമുക്ക് ഒരു ഗ്യാപ്പ് വന്നത്. അതിന്റെ കാര്യമൊക്കെ കഴിഞ്ഞതാണ്. അതായത് അവിടെ ഒരു കുട്ടി പ്രഗ്നന്റ് ആയി. പിന്നെ നമ്മൾ അതേപ്പറ്റി വാർത്ത പോലെ ചെയ്തു. അതുകൊണ്ട് അത് കേസായി. അതിന് വേണ്ട വിചാരണയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. എന്നെയും പിടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. ആ കുട്ടി പ്രായപൂർത്തിയാവാത്ത ആ കുട്ടി പ്രസവിച്ചു. അവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുട്ടിയും ഉണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാട്ടിലേക്കുള്ള പെർമിഷൻ എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, കാട്ടിൽ അപ്ലിക്കേഷനൊക്കെ എഴുതി വെച്ചിട്ട് പൊയ്ക്കോ, അവരുടെ ഒരു കാര്യം അന്വേഷിക്കരുത്, അവിടെ വീഡിയോ എടുക്കരുത്, അവരോട് ഒരു വക ചോദിക്കരുത്. ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സേഫ്റ്റി അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ആർക്കും എടുക്കാൻ പറ്റത്തില്ല.
അവിടെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം കുറച്ച് ആണുങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരത് പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ സൈഡാണെങ്കിൽ പോലും അവിടെ ഒരു പ്രശ്നം നടന്നാൽ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. അതുകൊണ്ട് പോകരുത് എന്ന് തന്നെ എന്നോട് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ അവരറിഞ്ഞ് ഓടി എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തും സംഭവിക്കാം. ഒന്നും റേഞ്ച് ഇല്ല അവിടെ. കാരണം ഇവര് പലരും ഉണ്ടല്ലോ, ഈ കാട്ടിലുള്ളവര് പല ടൈപ്പ് ഇലകളൊക്കെ ചവച്ചും അല്ലാണ്ട് ലഹരിക്കുള്ള സംഭവമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ മദ്യമെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവര് നോർമൽ അല്ല. ഞാൻ അന്നും ഇന്നും ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും എത്തിച്ചു കൊടുത്തോണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ചില ആണുങ്ങളുടെ മറ്റു ചിലർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാല്, കാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ നാട്ടിൽ വീഡിയോ വഴി പുറത്താക്കി, ആ പ്രായപൂർത്തിയാകാത്ത പെൺകൊച്ചിനെ അവരുടെ ഫാമിലിയെ മൊത്തവും വീഡിയോയിൽ കാണിച്ചു, ഇങ്ങനെ കുറച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാക്കിയ വീഡിയോയോ കൊണ്ട് ഞാൻ അവിടെ കാണിക്കുമായിരുന്നു. നെറ്റ് കണക്ഷൻ ഇല്ല, അല്ലാണ്ട് ഗാലറിയിൽ നിന്ന് വീഡിയോ കാണിക്കുമ്പോഴാണ് ഇവരെ തന്നെ കാണുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് വാക്ക് തെറ്റിച്ച് പോണെങ്കിൽ പൊയ്ക്കോ, പക്ഷേ സേഫ്റ്റി നമുക്ക് പ്രശ്നമാണ്. അപ്പൊ എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിടത്തില്ല. ഇത് കാരണം എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ കാരണം കൂടെ ഉള്ളവരെയും കൂടെ കൊണ്ടുപോയിട്ട് അടിമേടിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ കോണ്ടാക്ട് ഉള്ള 1-2 പേരുണ്ട്. അവര് നാട്ടിൽ വരുമ്പോൾ അറിയിക്കും, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു വിടും. പിന്നെ അവരെ വീഡിയോയിൽ കൃത്യമായിട്ട് എപ്പോഴും കാണിക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ അവരവിടെ ഒറ്റപ്പെട്ടു പോകും. ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു 4 ഫാമിലി വന്നു, ഈ 4 ഫാമിലിയെ ഞാൻ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റു ചിലർ വഴി കാട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കുടുംബം അവിടെ ഒറ്റപ്പെടും. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു, ചേച്ചി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അറിയും, ഞങ്ങൾക്കിത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെയും പേടിയില്ലാത്തത് അജിതയ്ക്കായതുകൊണ്ട് അജിത വരുന്നതും പോകുന്നതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. അജിതയ്ക്ക് അതൊരു പ്രശ്നമല്ല, ആരൊറ്റപ്പെടുത്തിയാലും എങ്ങനെയായാലും. കാരണം അവൾക്ക് ഉറച്ചൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. സേഫ്റ്റി ആണ് മെയിൻ പ്രശ്നം. നമ്മള് പോയി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമുക്ക് വിളിച്ചൊന്നും ഇപ്പൊ സ്റ്റേഷനിലൊന്നും അറിയിക്കാൻ പറ്റൂല, അവിടെ റേഞ്ച് ഇല്ല. അവിടെ ഒരു പോലീസുകാർ വരുമ്പോഴത്തേക്ക് എന്തും സംഭവിക്കാം. പിന്നെ ചിലപ്പോ നമ്മളും തിരിച്ചും പ്രതികരിക്കും, അതും പ്രശ്നമാണ്. എല്ലാം പ്രശ്നമാണ്. നമ്മൾ പ്രതികരിച്ചാലും നമ്മൾ തന്നെ അകത്ത് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സഹായം എത്തേണ്ടിടത്തൊക്കെ എത്തിക്കുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും പഴയ പോലെ പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള്. കാര്യം ഇപ്പൊ 1 വർഷത്തിന് മേളിലായി പോകാതെ. നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല പോയെന്ന് പറഞ്ഞാല്. പക്ഷെ അവിടെ പോയില്ലെങ്കിൽ നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. വീഡിയോ എടുത്തിടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടും. ആ കാട്ടിൽ കയറിയാണോ വീഡിയോ എടുത്തേ, ഈ കാട്ടിൽ കയറിയാണോ വീഡിയോ എടുത്തേ. ഒന്നാമത്തെ കാര്യം, ഈ കല്യാണശേഷം എൻ്റെ സൈക്കാട്രി മെഡിസിൻസും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തിരക്കിലായിരുന്നു. എൻ്റെ ഹെൽത്ത് അത്രയും ഡൗൺ ആയിരുന്നു. ഒരു റിസ്ക് എടുത്ത് എനിക്കിപ്പോൾ പോവാം. 1-2 തവണ ഞങ്ങൾ ഗവി ബസ്സിന് പോയ ഒരു വീഡിയോ മറ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഗവി ബസ്സിന് പോകുമ്പോൾ പറ്റാവുന്നിടത്തോളം സാധനം ബസ്സിൽ നിന്ന് ഇറക്കി ചില സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇറങ്ങി കൊടുക്കാറില്ല, എന്നെ അവർ കാണാറ് പോലുമില്ല. പിന്നെ ബസ്സിൽ കയറുമ്പോൾ പരിചയമുള്ള ആൾക്കാർ ഉണ്ട്, അവിടെ ഉള്ളവർ കാണുമ്പോഴേ ആ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി ഒന്ന് സംസാരിക്കും, കാട്ടിലോട്ടുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ സത്യം പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് കയറി പോകാവുന്നതും എനിക്ക് പഴയ പോലെ അവിടെ സാധനങ്ങൾ എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ചിലര് വിചാരിക്കൂല, അതാണ് കാര്യം. മലേഷ്യക്ക് പോകുമോ? മലേഷ്യക്ക് പോകുന്നുണ്ട്. എന്നാ 19-ാം തീയതി ആദ്യ ട്രിപ്പ് അവിടെ ഞാൻ നിൽക്കും. 26-ാം തീയതി സെക്കൻഡ് ട്രിപ്പ് കയറി വരും. അങ്ങനെയാണുള്ളത്. പിന്നെ ഡോക്ടറെ കണ്ട് ഹെൽത്ത് കണ്ടീഷനൊക്കെ 100% ഓക്കെ ആണെന്ന് വരുത്തി എടുക്കാവുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം 50-50 ചാൻസ് ആണ് ഇതിന്റെ എല്ലാം. റിസൾട്ട് വരാൻ ഏകദേശം ഒരു 2 ആഴ്ച സമയം വേണ്ട. ഒരു 14-ാം തീയതി 15-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം റിസൾട്ടിനെ പറ്റി ഒരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. IUI ചെയ്തതിന്റെ റിസൾട്ട് എന്തായി നമുക്ക് അപ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു 14, 15, 16 ആ സമയത്തേക്ക്. പക്ഷെ അതുകൊണ്ട് അത് മലേഷ്യൻ ട്രിപ്പ് ഒഴിവാക്കാനും പറ്റില്ല. നമ്മൾ എല്ലാവരോടും വാക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തായാലും പിന്നെ തീരെ എന്റെ ആരോഗ്യം വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്നവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നമുക്ക് അറിയാമല്ലോ. അതുപോലെയുള്ളൂ. അത് ഡോക്ടർ എന്തിനും ഒരു പോംവഴിയുണ്ട്. ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസും കേട്ട് അത് ഫോളോ ചെയ്തിട്ടേ നമ്മൾ പോവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊന്നും
വേണ്ട. അതുകൊണ്ട് ഡേറ്റ് എല്ലാവരും ഓർത്ത് 19-ാം തീയതിയാണ്. ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും. 2 ചോദ്യം ഒരുമിച്ചാണ്. എന്തുകൊണ്ടാണ് ഞാൻ അമ്മായിയമ്മയുടെ വീട്ടിൽ പോവാത്തത്? 2, കുഞ്ഞാവയുടെ ഫാമിലി എപ്പോഴാണ് സീതത്തോട് വരുന്നതെന്ന് ഉറക്കെ പറഞ്ഞു. എന്ത് ഉറക്കെ അങ്ങോട്ട് പറ. നിനക്ക് എന്റെ വീട്ടിൽ വരാൻ താല്പര്യമില്ല, ചുമ്മാ അപവാദം പറഞ്ഞു വരുത്തുന്ന. അതുകൊണ്ടൊന്നുമല്ല. ഒന്ന്, ഞാൻ എന്റെ സൈക്കാട്രി ട്രീറ്റ്മെന്റിന്റെ സമയം മൊത്തം ഞാൻ അവിടെ തന്നെ ആയിരുന്നു, വയനാട്ടിൽ തന്നെ ആയിരുന്നു കുറെ ദിവസം. അത് കഴിഞ്ഞ് പിന്നെ വന്നു. പിന്നെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും യാത്ര ചെയ്യാനുള്ള ഇത്രയും ദൂരം ഉള്ളതല്ലേ. ഇവിടുത്തെ എന്തെന്ന് വെച്ചാൽ ഒന്ന് ഉള്ള ആരോഗ്യസ്ഥിതിയും കൂടി പരിഗണിച്ചിട്ടാണ്. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി പോകാന്ന് വിചാരിച്ച, അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എറണാകുളത്ത് പോയി ഡോക്ടറെ കണ്ട് അന്ന് ചെറിയ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് മരുന്നും മേടിച്ച് വയനാട് പോകാനുള്ള പ്ലാനിലാണ് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 ദിവസത്തെ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് അങ്ങനെ 3 ദിവസം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി സ്കാനിങ് ഉണ്ട്. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി വീണ്ടും നിന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഒരു 3 ദിവസം ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. അങ്ങനെ പറഞ്ഞൊരു സ്കാനിങ്ങും ഇഞ്ചക്ഷനും IUIയും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കൂടി ആയ ഒരു 10-20 ദിവസം പോയി. പിന്നെ അതിനിടയ്ക്ക് ഒരു മലേഷ്യൻ ട്രിപ്പിന്റെ കാരണം കുറച്ച് ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഈ 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിരിച്ച് ഇവിടേക്ക് വരേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. പത്തനംതിട്ടയ്ക്ക് പോകുന്നു. ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ മലേഷ്യക്ക് പോകുന്ന ടൈമിൽ ഞാൻ പോകും. ഞാൻ ഉള്ളപ്പോ എന്താ പടം കാണിക്കാം, ഇല്ലാത്ത പോലെ ഉണ്ടായിരിക്കുന്നു. മനസ്സിലായോ? പിന്നെ സീതത്തോട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉഷയമ്മ, നിർമ്മല അമ്മ, അതായത് എന്റെ അമ്മായിയമ്മ, അവര് ചേട്ടത്തിമാര് 4 സെറ്റ്, അമ്മൂമ്മച്ചി എല്ലാരും വരാൻ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങള് ഇവിടെ അവരെ കൊണ്ടുവന്ന് നിർത്തേണ്ട ഒന്ന് മഴ ആയതുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, ഈ മഴയത്തും മുറ്റത്തും പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. മഴയൊന്ന് കഴിഞ്ഞ് എല്ലാരെയും ഒന്ന് കൂട്ടി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. വന്നാലും കുറച്ചു ദിവസം നിൽക്കത്തക്ക പോലെ ഒരു സൗകര്യം അവർക്ക് എല്ലാവർക്കും ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഉടനെ ഉണ്ടാവും ഓണം, അത് അടുപ്പിച്ച് കൊണ്ടുവരാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഞാനില്ലല്ലോ, ഓണത്തിന് ഓണം കഴിഞ്ഞ ശേഷം കൊണ്ടുവരാം എന്നുള്ള പ്രതീക്ഷയിലാണ്. അടുത്ത ചോദ്യമേ, നിനക്ക് എന്നിൽ ഇഷ്ടമുള്ളൊരു കാര്യം, എനിക്ക് നിന്നിൽ ഇഷ്ടമുള്ളൊരു കാര്യം. ഇത് ഭയങ്കര ക്രിഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്. പറയണം. എത്ര ക്രിഞ്ച്, എന്ത് ക്രിഞ്ച് ക്വസ്റ്റ്യൻ ആണല്ലേ, ആലോചിച്ച് നോക്കി. അങ്ങനൊന്നും ആലോചിക്കണ്ട. എന്തെങ്കിലും ഒരു ക്യാരക്ടർ കാണൂലേ? എന്റെ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണവും പാടില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അല്ല, അങ്ങനെയല്ല. പർപ്പസ്ഫുള്ളി ഒരു കാരണത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടുമ്പോ ആ കാരണം ഇല്ലാതാകുമ്പോ നമുക്ക് അയാളുള്ള ഇഷ്ടവും ഇല്ലാതാവുമല്ലോ. ഇഷ്ടപ്പെടാനുള്ള കാരണമല്ല ഞാൻ ചോദിച്ചത്, ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ പറയുക എന്നാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം വളച്ചൊടിക്കുന്നു. അതിന് സെയിം തന്നെ. നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്നത് അയാളുള്ള ക്യാരക്ടർ കൊണ്ടായിരിക്കും. ഒരുപാട് അത് പറ, ആ ക്യാരക്ടറാണ് എനിക്ക് കേൾക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞോ എന്ത് ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമായെന്നാണ് ചോദിച്ചേ. ചേച്ചിയുടെ എന്ത് ക്യാരക്ടറാണ് നിനക്ക് ഇഷ്ടമായത്? അപ്പൊ ഞാൻ ആലോചിക്കുന്നു എന്ത് പറയണം എന്നുള്ളത്. അവനല്ലേ അവന് ആ സമയം കൊടുക്ക. അവൻ ചേച്ചി പറഞ്ഞോ, എന്നിട്ട് അവൻ പറഞ്ഞോളൂ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ പറയുക, ഔഷധ ഗുണത്തിന്റെ അല്ലെന്ന്. അതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ നീ ചിന്തിക്കോ അവൻ അത് മാത്രം ഇഷ്ടമുള്ളൂ, മറ്റേ ഇഷ്ടമല്ലേ? അവിടെ നീ ചിന്തിക്കില്ല എന്തുകൊണ്ട് ഒന്ന് പറഞ്ഞാ മതി. ഒരു ക്വാളിറ്റി പറയടാ, കണ്ണം പറയടാ വിട്ട്. അത് ക്വാളിറ്റി ബേസ് ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്റെ കുടുംബക്കാര് അല്ലെങ്കിൽ അനിയന്മാര് ചേട്ടന്മാര് ഞങ്ങളെല്ലാം ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ലൈഫിൽ വരുമ്പോൾ ഞങ്ങൾക്കിടയിൽ അതൊരു അകൽച്ച വരാൻ ഒരു കാരണമാകരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനത് അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ നീ കാരണം
ഞങ്ങള് ചേട്ടനനിയന്മാർക്കിടയിലോ അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരന്മാർക്കിടയിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ കുടുംബത്തിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ല. അത് നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. യവനെക്കാട്ട് ഇവന്മാരുമായിട്ട് കമ്പനി ഞാനാണ്. അതാണ് പ്രശ്നം. യവനെ ഞാൻ മൈൻഡ് ചെയ്തിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആണ് എല്ലാരും. കുടുംബക്കാരായിട്ട് ഞാൻ കുടുംബക്കാരായിട്ട് നല്ല ജോയിന്റിലാണ്. നല്ല നിലവിലാണ്. പക്ഷേ കണ്ണാപ്പി കെട്ടിക്കൊണ്ട് വരുമ്പോഴും ഇത് തന്നെ കാണണം. അതിപ്പോ അതൊക്കെ എന്റെ നിന്റെയും കൂടെയാ. നീ കെട്ടിക്കൊണ്ട് വരുമ്പോഴും അച്ഛൻ കെട്ടിക്കൊണ്ട് വരുമ്പോഴും എന്തോ ആകും എന്തോ. ഉഷമ്മയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലെ മൂത്ത വരുമ്പോൾ ആരൊക്കെ വന്നാലും ഞാൻ തന്നെയാണ്. അതില് ഇല്ല, എനിക്ക് ഈഗോ അടിക്കുമ്പോ ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയല്ലോ. നിനക്ക് അറിയണ്ടല്ലോ, അങ്ങനെ നമ്മളൊരു ക്യാരക്ടർ വെച്ചാണ് ഒരാളെ. ചേച്ചിന്റെ ക്യാരക്ടർ എന്നിൽ എന്നെ പറ്റിയാ? എടാ എനിക്ക് ഇഷ്ടമുള്ള എന്റെ കുറെ ക്യാരക്ടർ ഉണ്ട്. അതല്ല, കുഞ്ഞാവയിൽ ഇഷ്ടപ്പെട്ട ചേച്ചി ക്യാരക്ടർ പറ്റില്ല. ഒരു കാര്യം ചെയ്യണ്ട എന്ന് എന്നോട് കുറെ കാര്യങ്ങൾ ഓർമ്മ വരും. അല്ല, ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞ ചെയ്യണ്ടെന്ന് പറയത്തില്ല. എല്ലാം എന്റെ ഇഷ്ടങ്ങൾക്ക് കുറുക്ക് നിൽക്കാറില്ല. എന്നെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യിക്കാറില്ല. ഇനി ഒരുപാട് ക്ലിയർ ആയിട്ടല്ല, അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ, ഇപ്പോ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയണമെങ്കിൽ, ഇപ്പൊ അവനെ എന്നെ ഒന്ന് തൊടണമെങ്കിൽ പോലും അവൻ പെർമിഷൻ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അത് പറയുന്നത് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു, കാരണം അത് അത്രയ്ക്ക് ഒരുപാട് കൺസിഡർ ചെയ്യുന്നുണ്ട് എൻ്റെ ഇമോഷൻസിനെയും. അതിപ്പോ കരച്ചിലായാലും എൻ്റെ മൂഡ് സ്വിങ്സ് ആയാലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനൊരു റീസൺ ഉണ്ടെന്ന് അവൻ കാണാറുണ്ട്. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ഇത്തിരി മാറ്റം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്റെ മൂഡ് സ്വിങ്സ് അവന് ശീലമായി, അവനല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും ശീലമായി മൂഡ് സ്വിങ്സ്. ഇതിപ്പോ ആ വേർഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, സത്യം ആ വേർഡ് കണ്ടുപിടിച്ചതാ പ്രശ്നം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതറിയാവോ നിങ്ങക്ക്? എവിടെ നോക്കിയാലും മൂഡ് സ്വിങ്സ്. എന്തിനാന്നുള്ളത് ദൈവത്തിന് മാത്രമേ എനിക്കുണ്ട്. എനിക്കിപ്പോ എനിക്ക് മാനസികമായിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട്, എനിക്ക് ഞങ്ങൾ നേരത്തെ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ആവാനുള്ള സമയം തന്നായിരുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഓൾറെഡി പ്രിപ്പയർ ആണ്. കണ്ണാപ്പിക്കും ഇപ്പൊ നല്ല ശീലമായി. എല്ലാ മാസവും ഇങ്ങനെ വരും മൂഡ് സ്വിങ്സ്. ഇനി അച്ഛനെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വെറൈറ്റി മൂഡ് സ്വിങ്സ് കേട്ടോ. അതായത് പാല് കുടിക്കുക, ചോക്കോബാർ, രാത്രി 11 മണിക്ക് ചോക്കോബാർ വേണം, ഐസ്ക്രീം കഴിക്കുക, ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. കുക്ക് ചെയ്യാൻ തോന്നും വിഷമം വന്നാൽ അപ്പൊ എനിക്ക് 2 ചട്ടുകൊട്ട് 2 ഇളക്കിളക്കണം. ഞാൻ കുക്കിംഗ് ഇല്ലാണ്ട് പറ്റത്തില്ല. ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ്. അത് കുക്ക് ചെയ്യാൻ കഴിക്കുന്നതിന് മുന്നേ ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് എൻ്റെ. അപ്പൊ കുഞ്ഞാൻ എന്നെ എങ്ങനെ ഒന്നിനെ ഞാൻ പറഞ്ഞില്ലേ, എന്താണോ ഞാൻ ഇതിന് മുന്നേ അനുഭവിച്ചത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം. അതെ, എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മള് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള ഒരു ലിബറൽ കാഴ്ചപ്പാടിന്റെ പുറത്താട്ടോ. ഇത് കേൾക്കുമ്പോ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും. നീ പറഞ്ഞത് പാർട്ട്ണറിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഇവന്റെ ആദ്യ ലൈൻ അവൻ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത് അത് പറന്നുപോയി. അത് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടേതായതിനെ തിരിച്ചു വരും. പക്ഷെ അതങ്ങ് പറന്നുപോയി. നമ്മുടേതല്ല, അതുകൊണ്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എനിക്കിപ്പോ ആ ഓവർ ഫ്രീഡം കൊടുത്തപ്പോ പുള്ളിക്കാരി വിചാരിച്ചു കാണാൻ ഇവൻ കെയറിങ് അല്ലെന്ന്. എന്തോ നമ്മള് പോയത് നമ്മൾ പോയി. അതുകൊണ്ട് നിനക്ക് തങ്കക്കുടം പോലെ ഒരു കൊച്ചിനെ കിട്ടിയില്ലേ? കൊച്ചല്ല, ഒരു അമ്മയിനെ കിട്ടിയില്ലേ? അങ്ങനെ കരുത്. പിന്നെ ഒരു കുട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാല്, പഴയ പോലെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് അല്ല. വൈ? അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 2 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ അങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ 2 വർഷം അല്ലെ ഒരു 3 വർഷം മുന്നേ നിങ്ങളുടെ ജീവിത രീതി എന്താണോ അത് എക്സാക്ട് സെയിം ആണോ ഈ വർഷം ഉള്ളത്? അപ്പൊ അതുപോലെയാണ് ഓരോ യൂട്യൂബ് ചാനൽ എടുത്ത് കണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഒന്ന് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടായിരുന്ന ആളും അറ്റ്മോസ്ഫിയറും ഒക്കെ ഗ്രാജുവലി നമുക്ക് വരുമാനവും ഒക്കെ വരുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ആൾക്കാരെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞേ. അതിനിടയ്ക്ക് അമ്മു പഠിക്കാൻ പോയി, എൻ്റെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി, കാട്ടിൽ എനിക്ക് പോകാൻ പറ്റാണ്ടായി, കുഞ്ഞാവ എൻ്റെ ലൈഫിലേക്ക് വന്നു, അപ്പോൾ കുറെ റിലേറ്റീവ്സ് വന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റങ്ങളാണ്.
ഏത് കാര്യവും ദിവസവും മാറ്റർ ഓഫ് എവല്യൂഷൻ അങ്ങനെ കരുതിയാൽ മതി. പരിണാമം നടന്നുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങളും മാറും. ആ, നിങ്ങൾ ഇതിനെക്കാട്ടി നല്ലൊരു ചാനൽ കണ്ടപ്പോൾ നമ്മുടെ ചാനൽ ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് തോന്നുന്നുണ്ടാവും. പിന്നെ പഴയ പോലെ പണ്ട് കൂടുതലും കാട്ടിലും അവിടെ എവിടെയും പോകുന്ന വീഡിയോസ് ആയിരുന്നു. ഞാൻ കാരണം പറഞ്ഞു ഇപ്പൊ പോകാൻ പറ്റത്തില്ല, ഒന്ന് ഹെൽത്ത് കണ്ടീഷൻ, ഒന്ന് പോകാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പോ പഴയ പോലെ ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് തോന്നത്തുമില്ല. എന്നാൽ പുതിയതായിട്ട് ഈ ചാനലിൽ വരുന്ന ഒരാൾക്ക് ഇപ്പൊ ഉള്ളതായിരിക്കും ഇഷ്ടം. അപ്പൊ അവര് അത് ഫോളോ ചെയ്തോളും. നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാ യൂട്യൂബേഴ്സും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും. ആ, ഇപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരേ കറി തന്നെയാണോ നമ്മൾ ചോറിൽ വിളമ്പുന്നത്? അതിൽ വ്യത്യാസം വരത്തില്ലേ? നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ ഉണ്ടാവും. അത്രയും കരുതിയാൽ മതി. ദാറ്റ് ക്വസ്റ്റ്യൻ ക്ലോസ്ഡ്. പാസ്. അടുത്ത, എക്സ് ഹസ്ബൻഡിന്റെ ശല്യം ഉണ്ടോ? ഇല്ല. നോ ശല്യം അറ്റ് ഓൾ. ശല്യമേ ചെയ്യുന്നില്ല. എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയില്ല. നിലവിൽ ശല്യമൊന്നുമില്ല. ലാസ്റ്റ് ശല്യം ചെയ്തതിന്റെ ഒരു വീഡിയോ വന്നേ പിന്നെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സമാധാനമായിരിക്കുന്നു. കിടുവിന്റെ അമ്മ എന്താണ് സീതത്തോട് നിൽക്കാത്തത്? അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയട്ടെ, കിടു എന്ന് പറയുന്നത് എന്റെ ആങ്ങളയുടെ കുഞ്ഞാണ്. ആങ്ങളയുടെ ഭാര്യയാണ് അമ്മു, അതും ഒരു അമ്മുവാണ്. അപ്പൊ കിടുവിന്റെ അമ്മയായ അമ്മു മലപ്പുറത്തെ കോളേജിലാണ് PG ചെയ്യുന്നത്. ഇനി 1 വർഷം കൂടെ ഉണ്ട്. അവളുടെ അമ്മയ്ക്കും വയ്യ. അവരമ്മയും മകളും മാത്രമാണ് അവിടെ ഉള്ളത്. അവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. അപ്പോൾ അവള് പഠിത്തം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അതും അവളുടെ അമ്മ മണിയമ്മയുടെ ആരോഗ്യ കണ്ടീഷൻ അനുസരിച്ച് വരുള്ളൂ. ചിലപ്പോ കിടു ഇനിയിപ്പോ അണ്ണാണി പോയതിനു ശേഷം അവിടെ അണ്ണാണി ജർമ്മനി പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അണ്ണാണി എന്ന് പറയുമ്പോൾ എന്റെ ആങ്ങള നോക്കുന്നുണ്ട്. ചിലപ്പോൾ അണ്ണാണി ജർമ്മനി പോയി കഴിയുമ്പോൾ ഒന്നില് അമ്മുവും മണിയമ്മയും കൂടി ഇങ്ങോട്ട് വരുമായിരിക്കും, അല്ലെ കിടുവിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ കിടു മിക്കവാറും ഇവിടെ തന്നെ പഠിക്കാനാണ് സാധ്യത. നമുക്ക് അറിഞ്ഞുകൂടാ, സാഹചര്യം അനുസരിച്ച്. ഇനി കിളിക്കുഞ്ഞിനെ അധികം കാണിക്കാത്തത് എന്താണ്? അത് കാണിക്കണ്ട എന്നുള്ളൊരു ഞങ്ങളുടെ ബോധപൂർവമായ ഒരു തീരുമാനമാണ്. പക്ഷെ അതേസമയം ഞാനോട് പറയാം, പക്ഷെ അതേസമയം എന്താ വെച്ചാല് കുറെ പേര് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു കിളിക്കുഞ്ഞിനെ ഒന്ന് കാണിക്കുവോ. അപ്പൊ ഇടയ്ക്ക് ജസ്റ്റ് അവനെ ഒന്ന് കാണിച്ചു പോയി. പിന്നെ അവൻ എവിടെയാന്ന് വെച്ചാൽ കണ്ണൂരമ്മുവിന്റെ വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നു. അവനും അവന്റെ അമ്മയും ഇല്ലായിരുന്നു. കണ്ണൂരമ്മു ആണ് ഇപ്പൊ മാക്സിമം സമയവും നോക്കുന്നത്. കാരണം അവർക്ക് അവിടെ ജോലിക്ക് ആളുണ്ട്. ആ ആന്റി കുഞ്ഞിനെ നോക്കുന്നുണ്ട്. പിന്നെ അമ്മുവിന്റെ അമ്മയുണ്ട് കൂടെ. അപ്പൊ കണ്ണൂരമ്മുവിന്റെ വീട്ടിൽ തന്നെയാണുള്ളത്. കൊച്ചും അതെ, അമ്മ അതെ. അവന്റെ പ്രൈവസി കാരണം വളർന്നു ഇല്ല എന്നാണ്. ഇനി അവനെ അംഗൻവാടിയിലും അവിടെയും ഒക്കെ പ്ലേ സ്കൂളിലും ഒക്കെ വിട്ട് കഴിയുമ്പോ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവന്റെ ലൈഫിന് ഒരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അവനെ പരമാവധി കാണിക്കുന്നത്, കുറയ്ക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛനും അവനെ കാണാൻ വരുന്നുണ്ട്. ഒരുപാട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അടുത്ത മാസം അവന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അതെ, അടുത്ത മാസം അവന്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ അമ്മയെ എല്ലാം ഒരുമിപ്പിക്കാം. അന്നത്തെ ദിവസം കാണിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിയില്ല. അടുത്ത മാസം 24-ാം തീയതിയാണ് അവന്റെ ബർത്ത്ഡേ. 24-ാം തീയതിയാണ് ബർത്ത്ഡേ. ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇപ്പൊ അറ്റാച്ച് ചെയ്ത് കാണിക്കാവേ. ഒരിക്കൽ ഞാനൊന്ന് സുന്ദരിയാക്കിയായിരുന്നു ഒരു ദിവസം. ആ ഫോട്ടോ കാണിച്ചു പെങ്കൊച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്വന്തമായി ഒരു വീട് വേണ്ടേ? അതൊരു ചോദ്യം. വീടിന് സ്ഥലമായി വീട് വെക്കണം. സാമ്പത്തികമായി നിങ്ങൾ പറയുന്ന അല്ല, നമുക്കൊരു വീട് വെക്കണ്ടേ? ഒരു കാറ്, ഒരു AC, ഒരു ഫ്രിഡ്ജ്. നമുക്കൊക്കെ സൂക്ഷിക്കണോ? അതാണ് ഓർമ്മ വരുന്നത്. സംഭവം വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കടം വരുത്തി വെച്ച് വലിയ വീടാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. വലിയ വീട് മീൻസ് എന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നെല്ലാം ചെറിയ സൗകര്യം കുറഞ്ഞ കുഞ്ഞു കുടിസ് മുറികളുള്ള വീട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീട് വേണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ആ വീട്ടിൽ ഒതുങ്ങിക്കൂടാനല്ല. ആ കൂട്ടത്തിൽ അമ്മ വരും. അമ്മ മീൻസ് 2 അമ്മമാരുണ്ടാവും. ചിലപ്പോൾ എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അനിയന്മാരൊക്കെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് കൂട്ടുകുടുംബ സെറ്റപ്പിൽ ജീവിക്കാൻ എല്ലാവരും ഉള്ളൊരു വീടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു വീട് വേണം പണിയാനെന്നും ആഗ്രഹിക്കുന്നു. സോ ചെറിയൊരു ഇപ്പം തൽക്കാലം കയറിക്കൂടാൻ കുഞ്ഞൊരു വീട് പണിത് പിന്നെ അതിനകത്ത് വന്ന് തിങ്ങിപ്പാത്ത് ജീവിക്കാനേക്കാൾ നല്ല ഒരു 4-5 വർഷം ഞങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് അത്യാവശ്യം നല്ലൊരു വീട് പണിയണം. കടങ്ങളില്ലാതെ ഒരു വീട് പണിയണം എന്നും കൂടിയാണ് ആഗ്രഹം. അതായത് വീട് പണി കഴിയുമ്പോഴത്തേക്കും ആജീവനാന്തകാലം
ചുമന്ന് നടക്കാവുന്ന കടങ്ങളും കൂടി വരുത്തി വെക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കിടക്കുമ്പോ വീട്ടിൽ സ്വസ്ഥമായി സ്വസ്ഥമായിട്ട് കിടക്കണം. ഈ മാസത്തെ EMIക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ താല്പര്യമില്ല. അടച്ചിട്ടില്ല. ഓൾറെഡി ഒരു ലോൺ ഉണ്ട്, കാർഷിക ലോൺ എടുത്തതുണ്ട്. അതിന്റെ ഒരു തീരുമാനം കൂടി ആകട്ടെ എന്ന് വിചാരിച്ചു. ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മുടെ മക്കളൊക്കെ മക്കളുണ്ടാവുമ്പോൾ അവരൊന്ന് അത്യാവശ്യം ഒരു നമ്മളോട് ഇങ്ങോട്ട് അതെന്താ വീടില്ലേ എന്ന് ചോദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് പണിയാം. കുഞ്ഞുങ്ങളാകുമ്പോ പിന്നെ അപ്പൊ നമുക്ക് പറയണം വലിയ ചെറിയമായി വലിയ വർത്താനം പറയുന്നോ ഈ ഉള്ള വീടൊക്കെ പോരത്ത് ചോദിക്കണം. പക്ഷെ ഇത് പണിഞ്ഞത് കൊണ്ട് പ്രയോജനമുണ്ടല്ലേ. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിന് സൗകര്യം പോരെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം തൊട്ടപ്പുറം ഒരു റൂം കൂടി അങ്ങ് പണിയും. 4-5 വർഷത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. വീട് പണിയുന്നുണ്ട്, വലിയ ആഗ്രഹമാണ്. നല്ല വലിയൊരു വീട് പണിയണം, വീടിന് കൂടെ 2 ഹോം സ്റ്റേ ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ പുല്ലുവിത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്, പശുവിനെ ഇറക്കുന്നുണ്ട്, അതിന്റെ കൂടെ വേണം വണ്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി. അതൊരു ചോദ്യമല്ല, ഉത്തരവായിട്ട് അങ്ങ് പറയുക. അതൊരു ചോദ്യമായിട്ടുണ്ട് താനും. അത് തന്നെ. യൂട്യൂബ് മാത്രമാണോ വരുമാനം എന്ന്? യൂട്യൂബും വരുമാനമാണ്. ഇപ്പൊ നിലവില് കോഴിക്കൃഷി മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ. പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറികളെല്ലാം പറമ്പിന്നുണ്ട്, അതും ഒരു വരുമാനമാണല്ലോ, സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതുണ്ട്. പിന്നെ പശുവിന്റെ പാലുണ്ട്. ഇനിയിപ്പോ ഞങ്ങളൊരു പശുവിന്റെ എണ്ണം കൂട്ടി ഒരു ഫാം പോലെ ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുന്നേ പറഞ്ഞു, പക്ഷെ ഇതുവരെ നടന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നടന്നില്ല. പശു കൂട്ടത്തിലൊരു വണ്ടി, ഒരു പിക്കപ്പ് പോലെ എന്തെങ്കിലും ഒരു വണ്ടി എടുത്ത് എനിക്കൊരു സ്ഥിരം തൊഴിൽ എന്ന രീതിയിലും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. യൂട്യൂബ് ഈ പറഞ്ഞ പോലെയാണ്, നിങ്ങളുടെ താല്പര്യം കുറഞ്ഞു പോയാൽ ഞങ്ങളുടെ വരുമാനം കുറയും. പ്ലസ് യൂട്യൂബിൻ്റെ അവരവരുടെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂട്യൂബ് എന്നുള്ളൊരു വരുമാനം ഇല്ലാണ്ടാവും. അപ്പോൾ യൂട്യൂബ് എന്നുള്ളൊരു വരുമാനം ഇല്ലാതാകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥിര വരുമാനം കണ്ടെത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നടക്കുമായിരിക്കും ഉടനെയൊക്കെ, അല്ലേ? എല്ലാവർക്കും നടക്കുമായിരിക്കും. സൈക്യാട്രി മെഡിസിൻസ് ഞാനിപ്പോൾ കഴിക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം വന്നു. അപ്പോൾ സൈക്യാട്രി മെഡിസിൻസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 മാസം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ IUIയും കാര്യങ്ങളും അതിനുള്ള ഹോർമോൺസും മെഡിസിൻസും ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഡിപ്രഷൻ്റെ ഫീലിങ്ങോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പ്രഗ്നൻസി ടൈം ആണെങ്കിൽ പോലും കഴിച്ചാൽ കുഴപ്പമില്ലാത്ത മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് നല്ലോണം മൂഡ് സ്വിങ്സും ഇറിറ്റേഷൻസും ഉണ്ടാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ചില സമയത്ത് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അതിന് പ്രഗ്നൻസി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ശരി, ഈ എടുക്കുന്ന ഹോർമോൺ ടാബ്ലറ്റ്സിൻ്റെ ആയിരിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഡിപ്രഷൻ മരുന്നും ഉറങ്ങാനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. കുഴപ്പമുള്ളതെല്ലാം നിർത്തലാക്കി. ഞങ്ങൾ പ്രഗ്നൻസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ആദ്യം അതും മരുന്നാണ് നിർത്തിയത്. ദൃഢപ്രതിജ്ഞയിൽ 2 മാസം ഞാൻ നിർത്തി. എന്തൊക്കെ പ്രാന്ത് ഞാൻ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അണ്ണാണിയുടെ ജർമ്മൻ പോക്ക് എന്തായിരുന്നു? അണ്ണാണിന്റെ ജർമ്മൻ പോക്കില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എക്സാം ഉണ്ട്. A1 A2 എന്നുള്ള 2 ഏതാണ് ഏറ്റവും ചുരുങ്ങിയ എക്സാം. A2 അല്ല, A1 അണ്ണാണി പാസ്സായി, A2 കൂടി ഉള്ളൂ. A2 പാസ്സായ എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്നാൽ അതിന്റെ പേപ്പേഴ്സുമായിട്ട് ഏജൻസി ചെന്ന് കഴിഞ്ഞാൽ അണ്ണാണിന്റെ പോക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ കണ്ണാ, നീ ഇനി നിന്റെ കയ്യിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. അത്രേ ഉള്ളൂ. ചോദ്യം അത്യാവശ്യ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവായിട്ടുണ്ട്. നീ കുടുംബത്തെ ഒരു അംഗം എന്ന സ്ഥിതിക്ക് ചോദ്യം ഞാൻ ചോദിക്കേണ്ട ചോദിക്കണം. അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വന്നാൽ അതൊന്നും പ്രിപ്പയർ ചെയ്ത് ഇൻസ്റ്റന്റ് ആണോ? ഓൺലൈൻ മീഡിയാസിന് എന്തുകൊണ്ടാണ് ചേച്ചി ഇന്റർവ്യൂസ് ചോദിക്കാറുണ്ട്? ഇന്റർവ്യൂസ് എനിക്ക് അറിയാൻ മെസ്സേജസ് വരുന്നത്. അപ്പൊ ഇന്റർവ്യൂസ് ചോദിച്ചിട്ട് ചേച്ചി എന്താ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാത്തത്? കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും വരെ ഇപ്പൊ ഇന്റർവ്യൂസ് നടക്കുന്ന കാരണം ഇന്റർവ്യൂവിന്റെ വില അങ്ങ് പോയി. അതാണ് മെയിൻ. ഒരു എന്താ പറയാ, ഒരു എന്തിനാ ചിലരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് എത്തി ഇവൻ ആരെ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരെ കഴിഞ്ഞ ദിവസം കുറച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഇന്റർവ്യൂകളിൽ പോയി തലവെച്ച് കൊടുക്കാൻ ആഗ്രഹമില്ല. പിന്നെ അന്നും ഇന്നും കോണ്ടാക്ട് ഉള്ളത് രജനീഷ് ചേട്ടനാണ്. രജനീഷ് ചേട്ടൻ എപ്പോഴും ചോദിക്കാറുണ്ട്, കൊച്ചാൻ നമ്മൾ എപ്പോഴാണ് വന്നിരിക്കുന്നത്, നമുക്ക് എപ്പോഴാണ് ഒന്ന് ഇന്റർവ്യൂ എടുക്കുന്നതെന്ന്. സമയ സാഹചര്യം ഒത്തു വന്നാൽ രജനീഷ് ചേട്ടന് മാത്രം ഇന്റർവ്യൂ കൊടുക്കും. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും ഇന്റർവ്യൂവില് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ എല്ലാവരുടെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഇന്നിപ്പോ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്ന കാര്യമാണ്.
ചേച്ചിയോട് അടങ്ങിയിരിക്കണം ഇങ്ങനെ പറഞ്ഞ ഇത് വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയം റെസ്റ്റ് തന്നെയാണ്. അത് ഇപ്പൊ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരേണ്ട ആവശ്യം നമുക്കറിയാം. നമ്മളത്ര ആഗ്രഹിച്ച് ചെയ്തേക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അത്ര കെയർ ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ പറയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞതാണ് കണ്ടപ്പോ എനിക്ക് എന്താ പോലെ തോന്നി. പിന്നെ എന്താ പറയോ, വീഡിയോ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ എണ്ണം കുറയും, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇവിടെ റൂമിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വീഡിയോ നടക്കൂല. അപ്പൊ അത്യാവശ്യം പുറത്തിറങ്ങേണ്ടി വരും. കാരണം വീഡിയോയും കൂടി മുന്നോട്ട് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീഡിയോ ചാനലിന്റെ നട്ടല് അല്ലെങ്കിൽ അത് മുന്നോട്ട് നടത്തുന്ന ദീപ്തി മാത്രമാണ്. നമുക്ക് മറ്റാരാൾക്കും അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഈ ചാനലിൽ ഞങ്ങൾ മാത്രം ആരെങ്കിലും ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണൂല എന്നുള്ള നല്ല ബോധം ഞങ്ങൾക്കും. അല്ല, അത് മാത്രമല്ല, എനിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഇവിടെ ഇരിക്കുമ്പം താഴെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നാമത് ചീർത്ത് വരും. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് തിന്നാ കിടക്ക ഇത് മാത്രം പറ്റൂല. എണീക്കണം, നടക്കണം, ഇല്ല കാലൊക്കെ നീര് വെക്കും നടന്നൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ പരമാവധി നോക്കിയും കണ്ടും എല്ലാമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ 100% ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ആയാലും സക്സസ് എന്നുള്ളത് ഭാഗ്യമാണല്ലോ. സക്സസ് എന്നുള്ളത് ഒരു ഭാഗ്യം കൂടിയാണ്. നമ്മൾ ചെയ്യേണ്ട ചാൻസ് ആണ്. ബാക്കി നമ്മുടെ 100% നമ്മൾ കൊടുക്കും. തീർച്ചയായും നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇത്രയും നേരം ഇരുന്നപ്പോ തന്നെ വയറുവേദന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി കുറെ നേരം കിടക്കും. ഇപ്പൊ ആര് പറഞ്ഞാലും ഇല്ലല്ലോ, എന്റെ ശാരീരികാവസ്ഥ അനുസരിച്ച് ഞാൻ കിടക്കും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. സ്നേഹം കൊണ്ട് പറയുന്നവര് ഓക്കെ, അല്ലാണ്ട് എനിക്കിട്ട് കുത്തുന്നവരും ഉണ്ട്. നേരം വെളുത്തുണ്ണിട്ട് രാവിലെ കണ്ട കമന്റ 5-6 പ്രസവിച്ച തള്ളച്ചിയെ പോലെ വണ്ണം വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഷൈനി അങ്ങനെ എന്താ വേറുള്ള ഒരു സാധനം. അവളെ അവിടെ അമ്മ മുട്ടയിട്ട് വിരിയിക്കുമായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാറ്റാ.